അതാണ് ഏറ്റവും, നമ്മളും കുരിശിൽ കിടക്കുമ്പോൾ നമുക്ക് കുരിശിൻ്റെ അനുഭവമുള്ളപ്പൊക്കെയാണ് വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, പിതാവേ നീ എവിടെ പോയി? മാർക്ക് 15:34 ചോദിക്കുമ്പോൾ, പിതാവേ നീ എവിടെ പോയി? എന്നെ വിട്ടിട്ട് എവിടെ പോയി? പിതാവ് മറഞ്ഞു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് പിതാവേ നീ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞ ഈശോ പിന്തിരിച്ചില്ല, പിതാവിനോട് കുറ്റം പറഞ്ഞില്ല. നമ്മളൊക്കെ പറയും, ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എവിടെ, എനിക്കെന്താ ഉത്തരം ലഭിക്കാത്തത്? ഒന്നും പ്രാർത്ഥിക്കാത്തവരെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കുക? പ്രൈസ് ദി ലോർഡ്. ഒട്ടും പള്ളിയിൽ പോകാത്തവർ, കൊന്ത ചൊല്ലാത്തവർ, അവരെങ്ങനെ ജീവിക്കുക? ഞാൻ ദിവസവും കൊന്ത ചൊല്ലിയാണ്, കുടുംബ പ്രാർത്ഥന ചൊല്ലിയാണ്, ഞാൻ കുർബാനയ്ക്ക് പോകേണ്ട ദിവസവും, എന്നിട്ട് എനിക്കെന്താ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോ അതൊന്നും പറഞ്ഞില്ല. ഈശോ ഇതൊന്നും പറഞ്ഞില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ പറയാറുണ്ട്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കുരിശിൽ കിടക്കണം, എനിക്കെന്താ ആവശ്യം? പറഞ്ഞില്ല. ഈശോ കുരിശിൽ കിടക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിശ്വാസം പ്രഖ്യാപിച്ചത്. എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നെ സമർപ്പിക്കാതെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. നമ്മളും കുരിശിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മളും അങ്ങോട്ട് പ്രഖ്യാപിക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക. പിതാവേ, ഈശോയെ, അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തെ, ഈ പ്രശ്നത്തെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. സമർപ്പണമെന്ന് പറഞ്ഞാൽ അത് പുറപുറുക്കാത്ത സമർപ്പണമാണ്, കുറ്റം പറയാത്ത സമർപ്പണമായിരിക്കണം, നന്ദി പറഞ്ഞുകൊണ്ടുള്ള സമർപ്പണമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കുരിശിൽ കിടക്കുമ്പോഴാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനവും പ്രശ്നത്തിന് അവസാനവും കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സഹനത്തിന് അവസാനത്തെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, വിലയാണ് കൽപ്പിക്കേണ്ടത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടിയ സമയം നിങ്ങളുടെ സഹന സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം ആർക്കൊക്കെ വലിയ സഹനങ്ങളുണ്ടോ അവർ ഭാഗ്യവാന്മാരാ. പ്രൈസ് ദി ലോർഡ്. വലിയ ഭാഗ്യവാന്മാരാ അവർ, സാധാരണ ഇല്ല, അവർ വലിയ ഭാഗ്യവാന്മാരാ. ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങൾ ദൈവത്തെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ട സമയമാണ് നിങ്ങളുടെ. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹന സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വ ശക്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്, ഇതൊക്കെ അനുഭവം കൂടെ പറയണത്. ഞാൻ ഇതുപോലെ അച്ഛൻ എന്നോട് പറഞ്ഞ് 2-ാം ചൊവ്വാഴ്ച ഞങ്ങൾ കോയമ്പത്തൂർ ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ദിവസവും ഇല്ല, അച്ഛൻ പറഞ്ഞ എല്ലാ മാസവും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യണം. അത് അന്ന് ഈ സ്പീച്ചൊന്നുമില്ല, കൗൺസിലിംഗ് ആണ് ചെയ്യേണ്ടത്. 2-ാം ചൊവ്വാഴ്ച നിൻ്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഹൈന്ദവനായ എന്നെ ഒന്നും അറിയാത്ത എന്നെ ദൈവം അച്ഛൻ വഴി, അച്ഛനെ കൊണ്ട് എന്നോട് പറഞ്ഞല്ലോ ഇങ്ങനെ. അപ്പോൾ എനിക്ക് കൗൺസിലിംഗ് ഒന്നും അറിയില്ല, എന്നാലും അച്ഛൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനോട് ചോദിച്ചപ്പോൾ ഈശോനെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞങ്ങനെ അതൊക്കെ തുടങ്ങി. അതൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കോയമ്പത്തൂരിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ച ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ട്രെയിനിലാണ് വരുന്നത്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് അവിടെ നിന്നൊരു ട്രെയിനുണ്ട്. അതിലാണ് ഞാൻ ഇവിടെ പണ്ടൊക്കെ കൃപാസനത്തേക്ക് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ഡ്യൂട്ടി വൈകുന്നേരം ഫ്രീ ആകും, എൻ്റെ പാക്ക് ചെയ്യും. ഒരു 9:30 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകും, അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് 10 മണി ട്രെയിൻ പിടിച്ചിട്ട് ഇവിടെ വരും, ഇവിടെ നിൽക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വീടുണ്ട്, കൊച്ചിയിൽ വീടുണ്ട്. ചിലപ്പോൾ അവിടെ വന്ന് താമസിച്ചിട്ട് കാലത്തെ ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ കാറുണ്ട്, അവിടെ പോയിട്ട് അവിടെ കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എൻ്റെ മോൻ അന്ന് ഇപ്പോഴും അങ്ങനെയാണ്, എൻ്റെ കൈ പിടിച്ചോ നടക്കുള്ളൂ. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും, ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ ഒരു വീക്ക്നെസ് അവന്. പ്രൈസ് ദി ലോർഡ്. അവൻ 1ൽ പഠിക്കുകയാണ്. അവനിക്ക് ഞായറാഴ്ച ആകുമ്പോൾ തുടങ്ങും. അവനിക്കറിയാം 2-ാം ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് ഞാൻ പോകും, അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നാട്ടിൽ പോകുന്നു. ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും, അച്ഛാ നാളെ നാട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞ് കരച്ചിലാണ് എപ്പോഴും വന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉറക്കത്തിൽ പറയണ പോലെ നാളെ നാട്ടിൽ പോകണ്ട. ഒരു ദിവസം ഇതേപോലെ തിങ്കളാഴ്ച കാലത്തെ ആയപ്പോഴത്തേക്കും അവന് അന്ന് 1ൽ പഠിക്കുക. അപ്പോൾ സ്കൂൾ ബസ് വീടിൻ്റെ മുമ്പിൽ വരുമോ. അപ്പോൾ അവൻ കാലത്തെ ആയപ്പോഴത്തേക്കും പറഞ്ഞ് എനിക്ക് വയറുവേദന എടുക്കണം, ഞാൻ സ്കൂളിൽ പോകണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കളിതമാശയൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ നാട്ടിൽ പോകണല്ലേ, അപ്പോൾ നീ മടി കാണിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഹല്ലേലൂയ. അത് ഇന്നും അങ്ങനെയാണ്. ഇച്ചിരി ദേഷ്യപ്പെട്ട സങ്കടമാണ്. ആര് ദേഷ്യപ്പെട്ടാലും അവർക്ക് കുഴപ്പമില്ല, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അവൻ കരഞ്ഞൊന്നുമില്ല, ഞാൻ ദേഷ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ സ്കൂളിൽ കയറി ബസ്സിൽ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ, എനിക്ക് ഹോട്ടലുണ്ട്, ഞാൻ പോയിട്ട് അന്ന് കൃപാസനത്തിൽ പോകുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. 6:30 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന്, അപ്പോൾ ഇവൻ സ്കൂളിൽ ഇരുന്ന് സാധാരണ 2 മണിക്ക് തിരിച്ചു വരുന്നതാണ്.
വന്നു കഴിഞ്ഞാൽ സാറിന് പുറത്ത് പോയി കളിക്കാൻ പോകുന്ന അന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ മുമ്പിൽ സോഫയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ വന്നിട്ട് അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു, എന്താ നീ ഇന്ന് കളിക്കാൻ പോയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ വയറെ പിടിച്ചുകൊണ്ട് കരഞ്ഞ് ഉറക്കെ കരഞ്ഞ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കാലത്തെ കൊച്ച് സത്യം പറഞ്ഞതാണ്. വയറുവേദന ഉണ്ടായിരുന്നു. വയറുവേദനയോടെ അവൻ സ്കൂളിൽ പോയത്. പ്രീസ് ദി ലോർഡ്. 6:30 മണിയായിട്ടുണ്ടായി. ഞാൻ അപ്പം തന്നെ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്, നേമിനാഥൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് സ്കാനിന് എഴുതി തന്ന, ഇപ്പം തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്കാൻ എടുക്കാൻ പോയി. അവിടെ അവർക്ക് സ്കാനില്ല, ആ ക്ലിനിക്കിന് സ്കാനില്ല. അപ്പോൾ സ്കാൻ വേറെ സ്ഥലത്തേക്ക് എഴുതി പോയി. അവിടെ പോയപ്പോൾ നല്ല തിരക്കാണ്. അവിടെ ഇങ്ങനെ ക്യൂല ഒരേ ടോക്കൺ തരും. ഇപ്പോൾ ഇവൻ്റെ സ്കാൻ എടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഒരു 8:45 സ്കാൻ എടുത്തുകൊണ്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ നിന്ന് തന്നെ സ്കാൻ എടുത്ത ആൾ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഡോക്ടറെ പെട്ടെന്ന് പോയി കാണാൻ പറഞ്ഞ്. ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ പോയി ഡോക്ടർ ഇത് കണ്ടിട്ട് സ്കാൻ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞ്, വലിയ റിസ്ക്കാണ് നിങ്ങൾ എടുത്തിരിക്കണം. 5 മുഴ അവൻ്റെ ചെറുകുടലിൽ 5 മുഴയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഒരെണ്ണം പൊട്ടാനിരിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൊട്ടാനിരിക്കുക. ഇപ്പം തന്നെ അവിടെ ജെം ഹോസ്പിറ്റലാണ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഗ്യാസ്ട്രോൻട്രോളജിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അവിടെ ജെമ്മുണ്ട്. അവിടത്തേക്ക് എഴുതി ഇപ്പം തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഡോക്ടർ പറയുമ്പോഴത്തേക്ക് 9 മണിയായിട്ടുണ്ട്. എനിക്ക് 10 മണിക്ക് ട്രെയിനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീട്ടിൽ ഇവനെയും എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഡോക്ടർ ഇതൊക്കെ തന്നിരിക്കുക. ഈ സ്കാൻ റിപ്പോർട്ടും ലെറ്ററൊക്കെ കൂടി ജെം ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തന്നിരിക്കുക. ഞാൻ ഇതൊന്നും ഭാര്യയോട് മിണ്ടിയില്ല. ഞാൻ മുകളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ പ്രാർത്ഥനാ മുറി. അമ്മ മാതാവിൻ്റെ മുമ്പേ മുട്ടിപ്പ് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താ മാതാവേ, ആക്കൂടി മാസത്തിൽ 1 പ്രാവശ്യമാണ് നീ എനിക്ക് ചാൻസ് തന്നിരിക്കുക. അന്ന് കോയമ്പത്തൂരിൽ പ്രാർത്ഥനയൊന്നുമില്ല. അപ്പം നിൻ്റെ ജോലിക്ക് വേണ്ടി വരുമ്പോൾ നീ എന്താ ഈ തടസ്സം? എനിക്കെന്തിനാ ഈ തടസ്സം? ഓപ്പറേഷനാണെങ്കിൽ പോകാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാതാവ് കുറേ സഹായിക്കും കേട്ടോ. നമ്മളെ വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ചുമതല മാതാവിൻ്റെ അമ്മ മാതാവ് അത് ഏറ്റെടുത്തോളും. ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് യോബിൻ്റെ കാര്യം ഓർമ്മ വന്നു. പ്രൈസ് ദി ലോർഡ്. യോബ് പ്രാർത്ഥിച്ചത് നീ തന്നത് നീ എടുത്ത്, അത് തന്നെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, മകനെ നീ തന്നാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളപ്പോൾ നിനക്ക് എടുക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് തന്നതല്ലേ, അപ്പം നിനക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ നിൻ്റെ ജോലിക്ക് വേണ്ടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ കാര്യം നീ നോക്കാനുണ്ടല്ലോ, ഞാൻ നിനക്ക് വേണ്ടി വരിക. എൻ്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നീ എൻ്റെ ജോലി ചെയ്യുമ്പോൾ നിൻ്റെ ജോലി ഞാൻ ചെയ്തിരിക്കും. പ്ലീസ് ദി ലോർഡ്. ഞാനിത് ഭാര്യയോട് ഇതൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് സ്കാൻ റിപ്പോർട്ടാണ്. ഡോക്ടർ പറഞ്ഞ് ഇനി ഇവനിക്ക് കണ്ടമാനം വേദനിച്ചാൽ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഇനി വേദനിച്ച് കഴിഞ്ഞാൽ ജെം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നീ നിൻ്റെ വീട്ടുകാരെ അടുത്ത് തന്നെയാണ്, വീട്ടുകാരെ വിളിച്ച് ഒരു വണ്ടി കയറ്റി ഒന്ന് കൊണ്ടുപോയാച്ചാൽ മതി, അതിൻ്റെ ആവശ്യമൊന്നും വരില്ലെന്ന് ഇങ്ങനെ വെറുതെ ഞാൻ പറഞ്ഞിട്ട് പോയി. ഇല്ലെങ്കിൽ എന്നെ പോകാൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ. ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി. ഞാൻ നേരെ കൃപാസനത്തേക്ക് വന്ന് കൃപാസനത്തിൽ ബുധനാഴ്ച കാലത്തെ മൊബൈൽ സൈലൻറ്റിലിട്ട് എൻ്റെ കൗൺസിലിംഗ് തുടങ്ങിയ 5:30 മണിക്ക് കൗൺസിലിംഗ് തീർന്ന്. പ്രൈസ് ദി ലോർഡ്. മൊബൈൽ ഓൺ ചെയ്ത് നോക്കുമ്പോൾ വീട്ടിലിരുന്ന് മിസ് കോളൊന്നുമില്ല. സമാധാനമായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കാമെന്ന് ഭാര്യ പറഞ്ഞ്. ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാത്രി അവിടെ എത്തി. അടുത്ത ദിവസം കാലത്തെ 7 മണിക്ക് ഞാൻ പറഞ്ഞ് ഡോക്ടർ എന്തായാലും ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കാമെന്ന് ഭാര്യയും വിളിച്ച് മകനെയും വിളിച്ച് 7 മണിക്ക് ജെം ഹോസ്പിറ്റലിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെം ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടറിന് ഇത് കൊടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ വഴക്ക് പറഞ്ഞു. ആദ്യം തന്നെ പെട്ടെന്ന് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പോഴാണ് ഭാര്യ അറിയണത് പച്ച ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുക. എന്നിട്ട് അതിന് മുമ്പ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഹൈ റെസൊണൻസ് സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്കാനാണ് ആദ്യം ചെയ്തത്. അൾട്രാസൗണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി ഹൈ റെസൊണൻസ് സ്കാൻ ചെയ്യണം, ഓപ്പറേഷന് തൊട്ട് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൊണ്ടുപോയി. ഇത് സ്കാൻ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുക, എല്ലാം കൂടി റെഡിയായി. അപ്പോഴാണ് മനസ്സിലാണ് എന്തോരം സീരിയസ് ആയിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ അതുപോലെ കാണിക്കുക, പരവേഷം കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ആയിട്ട് സ്കാൻ എടുത്തുകൊണ്ട്, ഹൈ റെസൊണൻസ് സ്കാൻ എടുത്തുകൊണ്ട്, എൻ്റെ പഴയ സ്കാൻ അവിടെ ഉണ്ട്. ഡോക്ടറെ അകത്തേക്ക് എന്നെയും വിളിച്ച് ഭാര്യയെ വിളിച്ച് 2 സ്കാനും വെച്ച് കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടറിനോട് പറഞ്ഞ്, ഡോക്ടർ നല്ല ബോധ്യമുണ്ട്, ഡോക്ടറും ആ ഡോക്ടറായിട്ട് ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ പറഞ്ഞ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഇപ്പം മുഴയൊന്നും കാണുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്.
ഇത് സത്യമായിട്ടുള്ള വിഷയമായി. ഇവിടുത്തെ പത്രത്തിൽ 2 സ്കാൻ റിപ്പോർട്ട് ഞാൻ ഇവിടുത്തെ പത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡോക്ടറിനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ് ഇമ്മ്യൂണിറ്റി ആയിരിക്കാം, അതായിരിക്കാം, ഇതായിരിക്കാം, അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല. ഇത് അമ്മ മാതാവ് വലിയ വിശ്വാസമാണ്. കാണാതെ വിശ്വസിക്കണവൻ ഭാഗ്യവാന്മാർ. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം, വലിയ സാഹചര്യങ്ങൾ, വലിയ കുരിശുണ്ടാകാം. അതാണ് നിൻ്റെ സമയം. നിനക്ക് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയം. അത് പാഴാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലവരും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ, വലിയ വിശ്വാസം തന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ നമുക്ക് സഹനങ്ങളെ അനുവദിച്ചു തരും. അത് നമ്മൾ പാഴാക്കി കളയും. കരഞ്ഞുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും വിശ്വാസത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടും നമ്മൾ പാഴാക്കി കളയും. പാഴാക്കേണ്ടതില്ല. ആ സാഹചര്യങ്ങൾ, അവസരം നമ്മൾ അത് കറക്റ്റായിട്ട് അത് പ്രയോജനപ്പെടുത്തണം. ദൈവം തരുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏത് സഹന സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് ദൈവം തന്ന അനുഗ്രഹമാണ്. അതിനാണ് ഈശോ പ്രാർത്ഥനയിൽ പറഞ്ഞെന്ന്, അന്നന്ന് വേണ്ടി ആഹാരം നീ എനിക്ക് തരണേ. അന്നന്ന് വേണ്ടി ആഹാരം നിൻ്റെ സഹന സാഹചര്യങ്ങളാണ്. ആ സഹന സാഹചര്യം കൊണ്ടാണ് നീ ആഹാരം സമ്പാദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ സഹന സാഹചര്യത്തെ വെച്ച് നീ വലിയ വിശ്വാസം ഉണ്ടാക്കി അത് വെച്ച് നിൻ്റെ ആഹാരം നീ സമ്പാദിച്ചെടുക്കുക. പ്രൈസ് ദി ലോർഡ്.